ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിനോട് ചേർന്ന് ചൈതന്യപൂർണമായി തീർന്ന അനേകം ജീവിതങ്ങളെ പുതിയ നിയമം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സകലത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ ക്രിസ്തുവിനോട് ചേർന്ന് 3 വർഷക്കാലം ജീവിച്ചിട്ടും ശോഭ കെട്ടുപോയ ഒരു വ്യക്തിത്വമുണ്ട് സുവിശേഷത്തിൽ. അത് യൂദാസാണ്. സ്വർഗരാജ്യത്തോട് വളരെ അടുത്ത് ജീവിച്ചിട്ടും നിരാശയിൽ വീണുപോയ ദുരന്ത ജീവിതത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന ഉദാഹരണമെന്ന് വേണമെങ്കിൽ യൂദാസിനെ കുറിച്ച് പറയാം. യൂദാസ് ക്രിസ്തുവിനോട് കൂടെ നടന്നു. ഗുരുമുഖത്തു നിന്നും ഉപദേശങ്ങൾ കേട്ടു. അത്ഭുത പ്രവൃത്തികൾക്ക് അവൻ സാക്ഷിയായി. പണം സൂക്ഷിപ്പുകാരനുമായി. പക്ഷേ ഒടുവിൽ ജീവിതം വൻ നഷ്ടങ്ങളുടെ ചുഴിയിൽ വീണ് മുങ്ങിപ്പോയി. ആത്മീയ ജീവിതത്തിൽ താരങ്ങളാകുന്നതും ആത്മനവീകരണം നേടുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. ഇത് യൂദാസിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു. ബാഹ്യമായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴും ഹൃദയം ക്രിസ്തുവിൽ നിന്ന് വളരെ അകലെയാകുന്ന ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് യൂദാസിൻ്റെ ജീവിതം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നാമത്, യൂദാസ് ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ വിളിക്കനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം അവൻ്റെ ജീവിതത്തിലും മനോഭാവത്തിലും ഉണ്ടായില്ല. യോഹന്നാൻ 6:70-71. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. ക്രിസ്തുവിനോടൊപ്പം നടക്കുകയും ജീവൻ്റെ വചനങ്ങൾ കേൾക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്നത് നേരിട്ട് കാണുകയും ചെയ്തിട്ടും ക്രിസ്തുവിൽ ഹൃദയം സമർപ്പിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. വലിയ നിയോഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ജീവിതം ക്രിസ്തുവിലാകണം എന്നാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. സ്ഥാനമാനങ്ങൾ മാനസാന്തരത്തിനും മനം മാറ്റത്തിനുമൊന്നും പകരമാവില്ല. സത്യത്തോട് ചേർന്ന് യാത്ര ചെയ്തിട്ടും സത്യമായ ഒരു രൂപാന്തരം യൂദാസിന് ഉണ്ടായില്ല. രണ്ടാമത്, യൂദാസിനെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടും അവൻ്റെ ഉള്ളിലെ വഞ്ചനയ്ക്കും കാപട്യത്തിനും വ്യത്യാസം വന്നില്ല എന്നുള്ളതാണ്. യോഹന്നാൻ 12:4-5-6. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദീനാറിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോടുള്ള പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടും ആണ്. സഭയിൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ അനവധിയാണ്. ഇടയന്മാർ, നേതൃത്വം, സുവിശേഷകർ, ഗായകർ, ശുശ്രൂഷാ സംഘം, അങ്ങനെ സ്ഥാനങ്ങൾ അനവധിയാണ്. സ്ഥാനവും പദവിയും
രക്ഷയുടെ അടയാളങ്ങളല്ല. യൂദാസ് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നതിന് പകരം പണസഞ്ചിയിലായിരുന്നു പിടിമുറുക്കിയിരുന്നത്. മൂന്നാമത് യൂദാസിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്, ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട അനേകരുടെ ഹൃദയം അനുതാപത്താൽ തരളിതമായപ്പോൾ യൂദാസിൻ്റെ ഹൃദയം കഠിനമാവുകയാണ് ചെയ്തത്. എബ്രായർ 4-ാം അധ്യായം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. ഈ സൂര്യപ്രകാശത്തിൽ മെഴുക് ഉരുകും. എന്നാൽ അതേ സൂര്യപ്രകാശം കളിമണ്ണിനെ കാഠിന്യമുള്ളതാക്കി മാറ്റും. യൂദാസും പത്രോസും ക്രിസ്തുവിൽ നിന്ന് ഒരേ സുവിശേഷം ഒരേ കാലഘട്ടത്തിൽ കേട്ടവരാണ്. പക്ഷേ അവരുടെ സമീപനങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. വചനത്തിൻ്റെ തമ്പുരാനിൽ നിന്നും നിരന്തരം കേട്ട വചനത്തിന് യൂദാസ് കീഴ്പ്പെട്ടില്ല. അവൻ്റെ ഹൃദയം കഠിനമാവുകയാണ് ചെയ്തത്. ആത്മീയ മേഖലകളിൽ സെലിബ്രിറ്റികളും കാര്യവിചാരകരും കസ്റ്റോഡിയൻസും ശാസ്ത്രിമാരും പരീശന്മാരുമൊക്കെ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. അവരെക്കാളൊക്കെ ദൈവഭയവും സമർപ്പണവും പിൻനിരക്കാരായ സാധാരണക്കാരിലാണ് കണ്ടുവരുന്നത്. ഇത് വളരെ കോൺട്രാഡിക്ടറി ആയ ഒരു കാര്യമാണ്. അതിവിശുദ്ധ സ്ഥലത്തോട് ചേർന്ന് നിന്ന് പരീശൻ സ്വയനീതീകരണം നടത്തി. ദേവാലയത്തിൻ്റെ പിറകിൽ നിന്ന് ഭയത്തോടും വിറയലോടും ചുങ്കക്കാരൻ പാപക്ഷമ യാചിച്ചു. ഉള്ളം ഉള്ളതുപോലെ കാണുന്ന ദൈവം നീതീകരണം നൽകിയത് ചുങ്കക്കാരനാണ്. സുവിശേഷം എത്ര കേൾക്കുന്നു? ആത്മീയ മേഖലകളിൽ നാം എത്രമാത്രം വ്യാപൃതരാണ് എന്നുള്ളതിനേക്കാളൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നുണ്ടോ, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. നാലാമത്, യൂദാസിന് കുറ്റബോധമുണ്ടായി. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. മത്തായി 27-ാം അധ്യായം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് മരിച്ചു. കുറ്റബോധത്തിൻ്റെ കണ്ണുനീരും മാനസാന്തരത്തിൻ്റെ കണ്ണുനീരും വളരെ വ്യത്യസ്തമാണ്. പത്രോസ് കരഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. യൂദാസ് കരഞ്ഞ് ആത്മഹത്യയിലേക്ക് നടന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് യാതൊരു കാര്യവുമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. 2 ദുഃഖങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിരാശ പിറകോട്ട് നടക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ മാനസാന്തരം ക്രിസ്തുവിലേക്ക് ചുവടുവയ്ക്കുവാനുള്ള പ്രേരണയാണ് ഉണ്ടാക്കുന്നത്. രണ്ടിൻ്റെയും ദിശ വ്യത്യസ്തമാണ്. കുറ്റബോധത്തിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ അനുതാപയാത്ര മാനസാന്തരത്തിലൂടെ ഏറ്റുപറച്ചിലൂടെയും കർത്താവിൻ്റെ കൃപാസനത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോഴാണ് പാപക്ഷമയും അനുരഞ്ജനവും പൂർത്തിയാകുന്നത്.
ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. അഞ്ചാമത്, ബാഹ്യമായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴും സ്വർഗരാജ്യത്തിൻ്റെ നഷ്ടത്തിലാണോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നാണ് യൂദാസിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന ആത്മീയ പാഠം. മർക്കോസ് 12-ാം അധ്യായം. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. എല്ലാറ്റിലും വലിയ കൽപ്പന ഏതെന്ന് ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന നിയമജ്ഞനോട് ക്രിസ്തു പറഞ്ഞ മറുപടിയാണ് ഈ വേദവാക്യം. സ്വർഗരാജ്യവുമായുള്ള ബന്ധത്തിൽ 3 തരക്കാരെ ഈ വേദഭാഗത്ത് നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും. ആരൊക്കെയാണവർ? ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവർ, ദൈവരാജ്യത്തോട് അടുത്തവർ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവർ. ഇവരാണ് 3 വിഭാഗക്കാർ. നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവരും സമദൂരത്തിൽ സഞ്ചരിക്കുന്നവരുമാകാനല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ രാജ്യം എൻ്റെ ജീവിതത്തിൽ വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാനും സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളിൽ ജീവിക്കുവാനുമാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. മത്തായി 7-ാം അധ്യായം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്ന് പോകുവിൻ. വളരെ ദുഃഖകരമായ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇത്. ക്രിസ്തുവുമായി പ്രതിബദ്ധതയില്ലാതെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ അപകടത്തിൻ്റെ സാക്ഷിയാണ് യൂദാസ്. യൂദാസ് ക്രിസ്തുവിൻ്റെ കവിളിൽ ചുംബിച്ചപ്പോഴും ഹൃദയത്തിൽ ക്രിസ്തുവിനോട് സ്നേഹമില്ലായിരുന്നു. ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങൾ ക്രിസ്തുവുമായുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ തെളിവാകണമെന്നില്ല. അടുപ്പമല്ല, ആത്മസമർപ്പണവും സറണ്ടറുമാണ് നിത്യരക്ഷയിലേക്ക് നയിക്കുന്നത്. ക്രിസ്തു ശിഷ്യനായ യൂദാസിൻ്റെ വീഴ്ച വളരെ ആഴത്തിലും ഗൗരവത്തിലും ചിന്തിക്കേണ്ട വിഷയമാണ്. ക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോൾ തന്നെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് അകലത്തായിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ വളരെ അപകടവുമുണ്ട്. ക്രിസ്തുവിനെ പറ്റി ധാരാളം കേൾക്കുമ്പോഴും യഥാർത്ഥ ക്രിസ്തു ആരാണ് എന്ന് അറിയാതിരിക്കുന്ന പ്രതിസന്ധി പലപ്പോഴും ഉണ്ടാകാം. വിമർശനാത്മകമായ ആത്മപരിശോധനയിലൂടെ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് ഇത്. യൂദാസിൻ്റെ വീഴ്ചയുടെ വഴിയിൽ നിന്നും പിന്മാറുവാൻ പത്രോസിൻ്റെ സമീപനമാണ് അനുകരണീയം. പാപവീഴ്ചകൾ സംഭവിച്ചു പോയാൽ മാനസാന്തരപ്പെടുകയും കർത്താവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുകയുമാണ് പത്രോസിൻ്റെ സമീപനം. തൻ്റെ വീഴ്ചകളും പരാജയങ്ങളും ബലഹീനതകളും അറിയുന്ന കർത്താവിനോട് പത്രോസ് പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് വളരെ ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. പാപക്ഷമയ്ക്കും യഥാസ്ഥാനപ്പെടുത്തലിനുമായി നമുക്കും കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയപൂർവം ഈ സമർപ്പണത്തിൻ്റെ വാക്കുകൾ പറയാം. കർത്താവേ, നീ എല്ലാം അറിയുന്നു. എൻ്റെ ബലഹീനതകളും പോരായ്മകളും എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.